ഫ്രണ്ട്സ്, സുനിൽ വാസുദേവാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് ഇല്ലിക്കൽക്കല്ലിന്റെ ഫ്രണ്ട് ഭാഗം മനോഹരമായിട്ട് ഇന്റർലോക്ക് ഒക്കെ പതിച്ച ഒരു ഏരിയ ആണ്. ഇതിന്റെ ബാക്ക് സൈഡിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലിക്കൽക്കല്ല്, അതിന്റെ ബാക്ക് സൈഡിന്റെ ആകാശ ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ്. ബാക്ക് സൈഡ് പറഞ്ഞാൽ ശരിക്കും പെർമിഷൻ ഇല്ല, പക്ഷെ കുറെ ആൾക്കാർ കാണാൻ വേണ്ടി ബാക്ക് സൈഡും വളരെ ഭംഗിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഫ്രണ്ട് ഭാഗത്തേക്കാണ്. ഇല്ലിക്കൽക്കല്ലിന്റെ ഫ്രണ്ട് ഭാഗമാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ മല കാണാം. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇല്ലിക്കലിന്റെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഒരു സുഹൃത്തിനും കൂടി ഒന്ന് കിട്ടി. കണ്ടോ, പുള്ളിയാണ് നമുക്ക് വഴികാട്ടി. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് അനിൽകുമാർ. പേര് അനിൽകുമാറാണ്. ചേട്ടനാണ് നമുക്ക് കാണിച്ചു തരുന്നത് റൂട്ട്. ഓക്കെ, ഇല്ലിക്കൽക്കല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുൻഭാഗത്തേക്കാണ് പോകുന്നത്. ശക്തമായ കാറ്റും മഴയും, ഒരു രക്ഷയില്ല, അമ്മാതിരി കാറ്റും മഴയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇല്ലിക്കല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല മഴയാട്ടോ, നല്ല മഴയത്താണുള്ളത്. ഇല്ലിക്കൽക്കല്ലിന്റെ ബാക്ക് സൈഡിൽ 2 പ്രാവശ്യം പോയി. ഇപ്പൊ മുൻഭാഗത്താണ് വന്നത്. മുൻഭാഗത്ത് വന്നപ്പോൾ ഭയങ്കര മഴ, ശക്തമായ കാറ്റ്, മഴ, ഇടിമിന്നല്. അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ ആണ്. ഇടിമിന്നൽ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ഏരിയ ആണിത്. പെട്ടെന്ന് കൊള്ളും. നമുക്ക് ശരിക്കും കാണാൻ കഴിയും ഭൂമിയിൽ ഇറങ്ങി വിട്ടുന്നൊക്കെ. കാരണം അത്രയും സമുദ്രനിരപ്പ് 5000 അടി മുകളിലുള്ള ഒരു മലയാണ് ഇല്ലിക്കൽക്കല്ല്. ഇപ്പൊ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണത്. ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ജീപ്പ് ഉണ്ടാവും. ഈ ജീപ്പിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. കാരണം മലയുടെ അടിഭാഗത്തേക്ക് പോകേണ്ടത് ഈ ജീപ്പ് കയറിയിട്ടാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഏകദേശം അതിന്റെ ടിക്കറ്റ് ഫീ എല്ലാം കൂടി 50 രൂപ 55 രൂപ വരുന്നുണ്ട്. ജീപ്പിന്റെ സർവീസും ഒക്കെ കൂട്ടി 10 ആക്കത്തെ ജീപ്പിൽ പോകാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ കൂടിയാണുള്ളത്. പക്ഷെ ഞാനിവിടെ എത്തിയ സമയത്ത് ശക്തമായ കാറ്റും മഴയാണ്. ശക്തമായ കാറ്റും മഴ വെച്ചാല് ആ ടിക്കറ്റ് കൊടുക്കുന്നൊക്കെ നിർത്തിയവര്. ഇത് വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. ഇപ്പൊ വണ്ടിയൊക്കെ കൊണ്ടുവരും. ഇപ്പൊ വലിയ ബസ് പറ്റൂല. അല്ലാതെ ഇങ്ങനെ ടെമ്പോ ട്രാവൽ പോലത്തെ ബസ്സിനൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിർത്താൻ സൗകര്യമുണ്ട്. ഇപ്പൊ മഴ കൂടിയപ്പോൾ കണ്ടോ, മലയുടെ മുകളിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ പല ഭാഗങ്ങളും. ഹായ് ഗൈസ്, ഞാനിവിടെ ഇല്ലിക്കല്ലിലാണുള്ളത്. അതിന്റെ ഫ്രണ്ട് ഭാഗത്താണ്. നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. ശക്തമായ മഴയിലും ഞാൻ തളരാതെ, ഞാൻ നനഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിഷ്വൽ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഈ പുല്ലുകളൊക്കെ നനഞ്ഞ്. കാരണം ഈ വെള്ളച്ചാട്ടം ഉണ്ടാവും. ശക്തമായ മഴയുടെ പെയ്തപ്പം ഞാൻ മൊബൈലൊക്കെ കവറിലൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്ത് അതിന്റെ ഇത് കണ്ടോ, കുറച്ച് ക്ലിയർ കുറവുണ്ട് അതിന്റെ ഭാഗമായിട്ട്. ഇതാണ് ഈ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് കാണാനുള്ളത്. ഇതാണ് കറക്റ്റ് ടൂറിസ്റ്റ് പ്ലേസ്. ഇപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ N4 സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.